പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. 90-ാം സങ്കീർത്തനം എന്റെ 1-ാമത്തെ വാക്യം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഈ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ വായിക്കുകയും പഠിക്കുകയും മരണ വീട്ടിലൊക്കെ ഈ വചനം വായിച്ച് ആശ്വാസ സന്ദേശങ്ങളൊക്കെ നൽകുകയൊക്കെ ചെയ്യുന്ന ശ്രേഷ്ഠമായൊരു വചനമാണിത്. ഇത് മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന എന്ന പേരിലാണ് ഈ സങ്കീർത്തനം അറിയപ്പെടുന്നത്. പ്രത്യേകമായ നിലയിൽ മോശ ദൈവപുരുഷനും ദൈവത്തിന്റെ മനുഷ്യനുമായിരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവനിയോഗം ലഭിച്ചവൻ, ദൈവത്താൽ ബഹുമാനിക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നവനായിരുന്നു മോശ. ഹല്ലേലൂയ. ഈ നിലകളിലൊക്കെ മോശ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നമ്മൾ വചനം വായിക്കും മോശയുടെ പാട്ടുകളായി പുറപ്പാട് പുസ്തകത്തിൽ ഹല്ലേലൂയ 32-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 15-3 എന്നിവയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൽ അനേക ലക്ഷം ജനങ്ങൾ മരുഭൂമിയിൽ മരിക്കുന്നത് കണ്ട മോശ ഹല്ലേലൂയ അവസാനമായി സ്വന്തം സഹോദരനായ അഹരോൻ മരിച്ചപ്പോൾ അവന്റെ ശവസംസ്കാര വേളയിൽ രചിച്ച ഒരു സങ്കീർത്തനമായിട്ടാണ് ഈ സങ്കീർത്തനം പരിഗണിക്കുന്നത്. ഞാനത് എന്റെ ചരിത്രം പറയുന്നത് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ദൈവവചനം വായിക്കുമ്പോൾ കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവവും തന്റെ ജനവും തമ്മിലുള്ള ബന്ധം ഒരു കുടുംബ ബന്ധം പോലെ. ദൈവവും തന്റെ ജനവുമായിട്ടുള്ള ബന്ധം ഒരു കുടുംബ ബന്ധം പോലെ, അപ്പനും മക്കളും എന്ന് പറഞ്ഞ പോലെ. ഹല്ലേലൂയ. അവരും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. നമ്മളും ദൈവമുള്ള ബന്ധത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ അതാണ് പറയുന്നത്. സങ്കേതം എന്ന വാക്കിന് വാസസ്ഥലം എന്ന ആശയമാണുള്ളത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇതിനെ കേൾക്കുന്ന പ്രശ്നം കാലങ്ങൾ അധികം പെട്ടെന്ന് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ഒരു സന്തതി പെട്ടെന്ന് കടന്നു പോകുന്നു, മറ്റൊരു സന്തതി വരുന്നു. ഹല്ലേലൂയ. ഒരു കൂട്ടം വിശുദ്ധന്മാർ തന്റെ ഓട്ടത്തെ ഭയത്തോടുകൂടി ഓടി ജയിക്കുന്നു. ദൈവഭയത്തോടു കൂടി ഓടി ജയിക്കുന്നു. ഹല്ലേലൂയ. മറ്റൊരു കൂട്ടർ എന്ത് ചെയ്യുന്നു? മറുവശത്ത് ദൈവവേലയ്ക്കായി എഴുന്നേൽക്കുന്നു. അവർ ഓട്ടക്കളത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് ദൈവവേല ചെയ്ത് ആത്മാദായം നേടുന്ന അനവധി ആളുകൾ. ഹല്ലേലൂയ. ഭക്തനായ മോശ പറയുകയാണ്, കർത്താവേ, നീ തലമുറ തലമുറയായി അല്ലെങ്കിൽ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു തലമുറ പോകുന്നു, അടുത്ത തലമുറ വരുന്നു. ഒരു തലമുറ കർത്താവിന് വേണ്ടി ഓടി ഓട്ടം ജയിച്ചു, മറ്റൊരു തലമുറ കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, വേറൊരു തലമുറ കർത്താവിന്റെ ആത്മാദായം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത നിലകളിൽ ദൈവം നമുക്ക് തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. ഈ വാക്യത്തിന്റെ പ്രാധാന്യം അത് മനസ്സിലാക്കണം. അപ്പൊ തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്ന ദൈവം, അതിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ക്രൈസ്തവ പള്ളിയില് ഒരു വ്യക്തി കയറി ഹല്ലേലൂയ വളരെ ഹീനമായ രീതിയിൽ ഇടപെടുകയും സംസാരിക്കുകയും ഒടുവിൽ ക്രൈസ്തവ വിശ്വാസികളെ കടയിൽ നിന്നും വാങ്ങരുത്, എന്തെല്ലാം നിഗൂഢമായ നികൃഷ്ടമായ പ്രവർത്തികൾ ഇവർക്ക് ചെയ്തു കൂട്ടുന്നല്ലേ. അല്ലെ, ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത്, ഒരു മതേതര രാജ്യത്തിനകത്ത് ഹല്ലേലൂയ മനുഷ്യൻ ഒരുപോലെ ജീവിക്കേണ്ടതാ. ഇല്ലെങ്കിൽ അവിടെ ജാതിക്കോ മതത്തിനോ അല്ല പ്രാധാന്യം, സഹോദരങ്ങളെ പോലെ കാണണം. അല്ലാതെ ഞങ്ങളുടെ രാജ്യമാക്കി മാറ്റാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില ശാഠ്യത്തോടെയുള്ള സംസാരം ദൈവം ന്യായം വിധിക്കും. കാരണം ഞങ്ങൾക്ക് വേദപുസ്തകമാണ് വലുത്. ഹല്ലേലൂയ. അത് ഞങ്ങൾ പ്രസംഗിക്കും, ജീവൻ പോകുന്നവരെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തലമുറ തലമുറയായ സങ്കേതമായിരിക്കുമ്പോൾ ഞങ്ങളെക്കാൾ മുമ്പോടി അനവധി ആളുകൾ ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത് നീതിയുടെ കരീടം എനിക്ക് വെച്ചിരിക്കുന്ന പൗലോസ് പറയുന്ന പോലെ ഞങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. രക്തം ചെയ്യും. ആരെയും ഉപദ്രവിക്കാറില്ല, ആരെയും നിന്ദിക്കാറില്ല, ആരെയും പരിഹസിക്കാറില്ല, ആരുടെ ഒന്നും പിടിച്ചെടുക്കാറില്ല. ഞങ്ങൾക്കിവിടെ പ്രശ്നങ്ങളെന്ന് പറയുന്ന ഒന്നുമില്ല. പിന്നെയും ഞങ്ങളുടെ നേരെ പ്രശ്നം എന്ന് പറയുമ്പോൾ അതെന്തോ ചില സ്വാർത്ഥതയാണ്. ഏകാധിപതിയെ പോലെ ചിലരൊക്കെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസികളോടും സകല ജനത്തോടും പറയട്ടെ, ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം യേശുക്രിസ്തു, അത് ജീവനുള്ള ദൈവത്തിലാണ് ഞങ്ങളുടെ വിശ്വാസം.
അത് മാത്രമല്ല, മാനുകുലത്തിന് മുഴുവൻ പാപത്തിന്റെ പരിഹാരം വരുത്താൻ വേണ്ടി സ്വർഗ മഹിമകളെ വിടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്നവനാണ് യേശു. ഹല്ലേലൂയ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ ദാസരൂപം എടുത്തവനാണ്. വേഷത്തിൽ മനുഷ്യനായവനെ തന്നെത്താൻ ഒഴിച്ചവനാണ്. മാത്രമല്ല, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു ഞങ്ങളുടെ കർത്താവ്. ആ കർത്താവ് സൗമ്യതയിൽ താഴ്മയുള്ളവനാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു കർത്താവിനെ ഞങ്ങൾ ആത്മാവുത്സവത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ. അത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവിക നിയോഗമാണ്, ദൈവകൃപയാണ്, ഒരു അഭിഷേകമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ എപ്പോഴും മുകളിലേക്ക് ഉയർത്തും, ആകാശത്തേക്ക് ഉയർത്തും. അമ്മ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ സദാസമയം ഞങ്ങളുടെ കണ്ണുകൾ സ്വർഗ സിയോനിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ചില വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് ചിന്തിക്കുവാനും കാണുവാനും കഴിയും. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ എന്നെ ശ്രദ്ധയിൽപ്പെട്ടത്, നിങ്ങളുടെ കണ്ണുകളെ മുകളിലേക്ക് ഉയർത്തുവിൻ. ഏതോ ഒരു നക്ഷത്രം, അല്ലയ്യ, ഒരു നക്ഷത്രം, അല്ലയ്യ, ഹാബേലിനെ പോലെ, ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ, അല്ലയ്യ, അബ്രഹാമിനെ പോലെ, ഏലിയാവിനെ പോലെ, എലിശയെ പോലെ, മാത്രമല്ല പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകനെ പോലെ, യിരെമ്യാ പ്രവാചകനെ പോലെ ആകാശമേഘങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പോലും ഞങ്ങൾ ചിന്തിക്കത്തക്ക നിലയിലാണ് ദൈവം സകലവും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, അല്ലെ, ആദിയിൽ ഭൂമി രക്തസാക്ഷിയായി മാറിയ ഹാബേൽ തൊട്ട് തലമുറയായി ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. തലമുറയായി ദൈവം ഞങ്ങളുടെ സങ്കേതമാകുമ്പോൾ ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാരൊക്കെ ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രത്യാശ അത് തന്നെയാണ്. ഈ ലോക ജീവിതം ഞങ്ങൾ തികയ്ക്കുമ്പോൾ, ഞങ്ങൾ ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഞങ്ങളും നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം അങ്ങനെ. ഹല്ലേലൂയ. ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ വളരെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ വളരെ കരുതുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസം വിടുന്ന ശ്വാസം, ഞങ്ങൾക്ക് വിടുന്ന ഓക്സിജൻ, ഞങ്ങൾക്ക് വിടുന്ന എല്ലാം തരുന്നത് ഞങ്ങളുടെ അപ്പനാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവാണ്. ഞങ്ങളുടെ ഒരു ദിവസം ഭക്ഷണം മുഴുവൻ തരുന്നത് ഞങ്ങളുടെ കർത്താവാണ്. ഞങ്ങളുടെ ഒരു ദിവസത്തെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകുന്ന കർത്താവാണ്. ചില ആളുകൾ പറഞ്ഞു കേട്ടാൽ അവരെങ്ങാട്ടും എല്ലാം കൊണ്ടുവന്നപോലെ ഞങ്ങൾ മാത്രമേ ഇന്ത്യയിലാകാവുള്ളൂ, ഞങ്ങൾ മാത്രമേ ഭാരതത്തിലാകാവുള്ളൂ, ഞങ്ങൾ പറയുന്ന പോലെ കേട്ടാൽ മതി, ഞങ്ങൾ പറയുന്ന പോലെ അനുസരിച്ചാൽ മതി എന്ന് പറയാം. എന്നെ കേൾക്കുന്ന സഹോദരൻ, താങ്കൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താ കൊണ്ടുവന്നത്? ഇവിടെ ക്രൈസ്തവ മിഷന്മാർ കൊണ്ടുവന്നതല്ലാതെ ഇവിടെ ഒന്നുമില്ല ഇന്ത്യയില്. ഹല്ലേലൂയ. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും അതിനകത്ത് പ്രശ്നമില്ല. അപ്പൊ നിങ്ങളെല്ലാം കൊണ്ടുവന്ന പോലെ നിങ്ങൾ ചിന്തിക്കുക, എല്ലാം ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട് തരുന്നത് കേട്ടോ. ദൈവം ദാനമായിട്ടും തന്നില്ലെങ്കിൽ സഹോദര, താങ്കൾ ശ്വസിക്കുന്ന ശ്വാസം പോലും ദൈവത്തിന്റെ ദാനമാണ്. അല്ല, അതൊരു ജാതി തന്നതല്ല. നിങ്ങളുടെ ജാതിയല്ല നിങ്ങൾക്ക് ശ്വാസം തന്നത്, നിങ്ങളുടെ ജാതിയല്ല നിങ്ങളെ ഇവിടെ സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ കരമാണ്. അതുകൊണ്ട് ഈ ദൈവം അതുകൊണ്ട് ഈ ദൈവത്തെ കുറിച്ച് കർത്താവ്, ഈ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പറയുമ്പോൾ ഈ ലോകത്തിലുള്ള 800 കോടിയിലധികം ജനങ്ങൾ ഇന്ന് ജീവിക്കുന്നവർ, മുമ്പ് മരിച്ചുപോയവർ, അവരെല്ലാം ദൈവം, ഈ യഹോവയായ ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, ആകാശത്തിലേക്ക് നോക്കുക. നക്ഷത്രങ്ങൾ ആകാശത്തിൽ മിന്നി തിളങ്ങുന്നത് പോലെ ചില നക്ഷത്രങ്ങൾ ഹാബേലായും, ഹാനോക്കായും, നോഹയായും, അബ്രഹാമായും, ഏലിയാവായും, മോശയായും, എലിശയായിട്ടും, ഹല്ലേലൂയ, മാത്രമല്ല യെശയ്യാവായിട്ടും യിരെമ്യാവായിട്ടും പ്രവാചകന്മാർ, ഹല്ലേലൂയ, മാത്രമല്ല മുമ്പേ കടന്നുപോയ ഓരോ വ്യക്തികളും, ഹല്ലേലൂയ, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നത് കാണുമ്പോൾ മറിച്ചൊരു വശം കൂടെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതേ സമയത്ത് നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുക. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ പോലെ വിശുദ്ധന്മാർ ശോഭിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ പാപത്തിൽ ജീവിച്ച് മാനസാന്തരപ്പെടാതെ മരിച്ചുപോയ ധാരാളം ആളുകൾ പാതാളത്തിലും അഗ്നിക്കടലിലും നരകത്തിലും കിടന്ന്, ഹല്ലേലൂയ, യാതന അനുഭവിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. മാനസാന്തരമില്ലാതെ ഈ ലോകത്തിന്റെ ജടികതയിൽ ആക്രമിച്ച്, തരാചിത്തം ചെയ്ത്, രക്തച്ചൊരിച്ച് നടത്തി, വർഗീയത ഉണ്ടാക്കി, തീവ്രവാദം ചെലുത്തി ഒരു കൂട്ടം ജനം പാപത്തിൽ മരിച്ച് നരകാത്തിയിൽ കിടന്നെത്തി പുളയുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്ത്രീ സ്നേഹിത, നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോകരുത്. നിങ്ങൾ ആ നരകാത്തിയിലേക്ക്, നരകക്കടലിലേക്ക് പോകാതെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാ
ആത്മാവ് നിത്യമായി സ്വർഗത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. നിത്യമായി സ്വർഗത്തിലേക്ക് നിങ്ങളുടെ ആത്മാവ് പോകണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിക്കുന്നവന് മാത്രമേ കർത്താവേ നീ ഞങ്ങളുടെ സങ്കേതമാണ്, നീ ഞങ്ങളുടെ കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പറയാൻ കഴിയുള്ളൂ. പ്രൈസലോ. വീണ്ടും ജനനം. അല്ലെങ്കിൽ നമ്മളൊരു അപ്പനും അമ്മയ്ക്കും ജനിച്ചതാ, പാപജലത്തിൽ ജനിച്ചതാ, പാപത്തിൽ ജനിച്ചതാ. പാപം നമ്മുടെ മേലുണ്ട്, പാരമ്പര്യ ശക്തികൾ നമ്മുടെ മേലുണ്ട്. അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. അല്ലെങ്കിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങളെ നീ പൊതുവിൽ ഏറ്റുപറയണം, പരസ്യമായി ഏറ്റുപറഞ്ഞ പാപത്തെ ഏറ്റുപറഞ്ഞ് യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുത്തതിന്റെ ജീവിതം വിട്ടുകൊടുത്തതിന്റെ മനസ്സ് വിട്ടുകൊടുത്ത് സകല ആശുപത്രിയിൽ നീ പുറത്തു വരണം. ഹല്ലേലൂയ. നിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ വിശ്വാസത്തെന്ന ആ രക്തത്തിന്റെ പാപത്തിന്റെ കറകളെ നീ കഴുകി നിന്റെ ഹൃദയത്തെ വെടിപ്പാക്കിയെടുക്കണം. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 1:7 തന്റെ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി വിശുദ്ധീകരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ മതത്തിന് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, മത നേതാവിന് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഇവിടുത്തെ ഒരു തീവ്രവാദി ഭീകരവാദി വർഗീയവാദികളും സ്വർഗരാജ്യത്തിൽ കാണത്തില്ല. അവർക്കാർക്കും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ഏക വാതിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുന്ന യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ഈ വാതിലൂടെ കടക്കുന്നവൻ, യേശുവാകുന്ന വാതിലൂടെ കടക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ചെല്ലാൻ യേശുക്രിസ്തുവിനെ മാത്രമേ കഴിയുള്ളൂ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14 നമ്മൾ വായിക്കുന്ന സ്തോത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 16-ാം അധ്യായം കേട്ടോ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണ്ടേ. യോഹന്നാൻ 16:8 വായിക്കണം. അതുകൊണ്ട് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. കർത്താവ് സ്ഥലമൊരുക്കാൻ പോയിരിക്കുക. അവൻ പോയിട്ട് വരും. വന്നിട്ട് താനിരിക്കുന്നത് തന്റെ ജനത്തെ ചേർക്കാൻ വേണ്ടി അവൻ തന്റെ ജനത്തെ തന്റെ സഭയെ വിളിച്ച് ചേർക്കും. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് വിളിച്ചു പറയുക, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പേ ഒരുപാട് തലമുറ പോയി, അടുത്ത തലമുറ വന്നു, അവർ സുവിശേഷം പ്രവോട് ജയിച്ചു. ഞങ്ങൾ ഈ തലമുറ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. അല്ലേ, താങ്കൾ അതിലേക്ക് വരണം കേട്ടോ. മാനസാന്തരപ്പെടണം. വർഗീയത കുത്തിച്ചൊലുത്തി ഇവിടെ വിഷം തിരിക്കുന്നതുകൊണ്ട് അണലി വിഷം പോലെ താങ്കൾ നാവിൽ അണലി വിഷം പുറപ്പെടുവിച്ചാൽ അണലി മുട്ട ഊരിനിരുന്നവൻ നീ മുട്ടയിട്ട് അണലിക്കുഞ്ഞുങ്ങളെ വിഷം ചീറ്റിയാലും. അല്ലേ, സുവിശേഷത്തിന് മാറ്റമില്ല കേട്ടോ. സുവിശേഷം ഒരിക്കലും മാറ്റം. ഈ ഉലകത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് സുവിശേഷം മാറ്റാൻ കഴിയത്തില്ല. ഇനി ഉലകത്തിൽ ജനിച്ച് ഇന്ന് ജീവിക്കുന്നവർ, ഇനി ജനിക്കാൻ പോകുന്നവരും ഈ സുവിശേഷത്തെ മാറ്റാൻ കഴിയത്തില്ല. ആമേ സ്തോത്രം. പണ്ട് അല്ലേരിയ ഹെരോദാവിന്റെ കാലഘട്ടം തൊട്ട്, കയ്യാഫാവിന്റെ കാലഘട്ടം തൊട്ട്, ചക്രവർത്തിമാരുടെ പരീശന്മാരുടെ മഹാപുരോഹിതന്മാരുടെ കാലഘട്ടം തൊട്ട് അല്ലേരിയ അങ്ങ് നീറോ തുടങ്ങി, രാജ്യം തുടങ്ങി, ഡൊമേഷ്യൻ ചക്രവർത്തി തുടങ്ങി മാറി വന്ന ഭരണ സംവിധാനങ്ങളെല്ലാം സുവിശേഷത്തെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചവരെ എല്ലാം ദൈവം മാറ്റിക്കളഞ്ഞത്. അല്ലേരിയ മാറ്റാൻ ശ്രമിച്ചവരെല്ലാം ദൈവം മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ശ്രോതാവേ, നിന്റെ ഈ അഹങ്കാരത്തെ എല്ലാം ഉണ്ടല്ലോ, നിന്നിൽ നിന്നും മാറ്റിയെടുക്കുന്നൊരു ദിവസമുണ്ട്. അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വിളിച്ചു ഞങ്ങൾ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക, കർത്താവേ നീ തലമുറ ഞങ്ങളുടെ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. താങ്കളുടെ അല്ലേലൂയ രക്തം ചെയ്യണം. അതുകൊണ്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അല്ലേ, രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അത് ഞങ്ങൾ ഉറച്ചു പറയുക. രക്ഷപ്പെടാൻ യേശു ക്രിസ്തു മാത്രമേ വഴിയുള്ളൂ. ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ, പാപ ജീവിതം വിട്ട് സ്വർഗീയമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ, നരകക്കടലിൽ നരകത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുള്ളൂ. മറ്റാർക്കും നിങ്ങൾക്ക് രക്ഷ തരാൻ കഴിയത്തില്ല. നിങ്ങളുടെ യാഗങ്ങൾ കൊണ്ടോ, വഴിപാടുകൾ കൊണ്ടോ, നിങ്ങളുടെ നോമ്പുകൾ കൊണ്ടോ, നിങ്ങളുടെ വ്രതം കൊണ്ടോ, നിങ്ങൾ മല കയറിയത് കൊണ്ടോ, മല ഇറങ്ങിയത് കൊണ്ടോ, നിങ്ങളുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചത് നിങ്ങൾ ത്യാഗം ചെയ്തതുകൊണ്ടോ, ദാനധർമ്മം ചെയ്തുകൊണ്ടോ, നിങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സൽക്കാരങ്ങൾ ചെയ്തുകൊണ്ടോ, നിങ്ങളുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടൊന്നും, നിങ്ങളുടെ നീതി പ്രവർത്തികൾ കൊണ്ടൊന്നും നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ നീതി പ്രവർത്തികളൊക്കെ കറവിരണ്ട തുണി പോലെ എന്ന് പ്രവാചകൻ പറയുന്ന ശരിയാവ്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര, താങ്കൾ എന്തെല്ലാം നീതി പ്രവർത്തികൾ ചെയ്താലും അതെല്ലാം കറപുരണ്ട തുണി പോരാ. പക്ഷെ നീതി പ്രവർത്തികൾ കൊണ്ടല്ല നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പിന്നെ ഒന്നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറയണം. പാപങ്ങൾക്ക് ഏറ്റുപറഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിനെ നീ ആത്മരക്ഷ പ്രാപിച്ച് കർത്താവിനെ നീ ആത്മാവിൽ സത്യം പാടി ആരാധിക്കണം. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവർത്തികളെ മാറ്റിക്കളഞ്ഞ് ഗലാത്യലേഖനം 5:18 പറയും, ജഡത്തിന്റെ പ്രവർത്തനം ദുർനടപ്പ് തൊട്ട് ഏകദേശം ഒരു 15 ഉൽപ്പന്നങ്ങൾ പറയുന്ന മാറ്റിക്കളഞ്ഞിട്ട് ആത്മാവിന്റെ ഫലം നീ പ്രാപിക്കണം. ആത്മാവിന്റെ ഫലത്താൽ നിറയപ്പെട്ട വ്യക്തികൾ വിളിച്ചു പറയും, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഞങ്ങൾ ഏറ്റുപാടുക. മോശ ഏറ്റുപാടിയതുപോലെ, മോശ പാടിയതുപോലെ ഞങ്ങളത് ഏറ്റുപാടിക്കൊണ്ടിരിക്കുക. ജീവിതം മുഴുവൻ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഞങ്ങളുടെ സന്തോഷം അതാകട്ടെ. ഞങ്ങൾ സന്തോഷിക്കുന്നത് ദൈവവചനത്തിനാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവിൽ, ഞങ്ങൾ സന്തോഷിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ തീവ്രവാദത്തിലല്ല ഞങ്ങൾ സന്തോഷിക്കുന്നത്, ഇവിടുത്തെ വർഗീയതയിലല്ല ഞങ്ങൾ സന്തോഷിക്കുന്നത്, ഇവിടുത്തെ ഭീകരവാദത്തിലല്ല ഞങ്ങൾ സന്തോഷിക്കുന്നത്, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്കോ അധികാരത്തിലും അല്ല ഞങ്ങൾ സന്തോഷിക്കുന്നത്. ഞങ്ങൾ സന്തോഷിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഞങ്ങൾ ഇവിടുത്തെ ജഡിക വ്യഭിചാര പരസംഗ അശുദ്ധി ദുഷ്കാമത്തിലല്ല ഞങ്ങൾ സന്തോഷിക്കുന്നത്. ഞങ്ങൾ സന്തോഷിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലാണ്. ഞങ്ങളുടെ സന്തോഷം വചനത്തിലാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തിന്റെ പാപത്തിൽ സന്തോഷിക്കും, ജഡികതയിൽ സന്തോഷിക്കും, ഇവിടുത്തെ ദുഷ്കാമങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ രക്തം ചൊരിച്ചിട്ട് നിങ്ങൾ ആ രക്തം ജീവനുള്ള മനുഷ്യന്റെ രക്തം ഭൂമിയിൽ ഒഴുകുമ്പോൾ അത് കണ്ട് നിങ്ങൾ ആർപ്പിട്ടുള്ള സന്തോഷമല്ല ഞങ്ങളുടെ സന്തോഷം ഒരു പാവി മാനസാന്തരപ്പെടുന്നതാണ്. ഒരു പാപി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ വചനം ഓരോരുടെ ഹൃദയങ്ങളിൽ വിത്തായി വീണ വിത്ത് മുളച്ച് അത് ആത്മാക്കളായി മാറുന്നത് കാണുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കും. അതുകൊണ്ട് ഞങ്ങൾ പാടും, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളോട് കൂടെ ചേർന്ന് പാടും, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വരണോ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണോ, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിക്കണം. താങ്കൾ ഏത് മതത്തിന്റെ ഉന്നത നേതാവായിരുന്നാൽ, ഏത് മതത്തിന്റെ അധികാരസ്ഥനായിരുന്നാൽ, ഇനി മതത്തിന്റെ നിറകയിൽ നിങ്ങൾ ഇരിക്കുന്ന വ്യക്തിയായിരുന്നു പറഞ്ഞാലും, നിങ്ങൾക്ക് വലിയ ചെമ്പോലും പടിയും ഒക്കെ ഉണ്ടെങ്കിലും കിരീടമൊക്കെ ഉണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിച്ചില്ലെങ്കിൽ താങ്കളുടെ ജീവിതം നരകക്കടലില്ല. അതുകൊണ്ട് മോശ മരുഭൂമിയിൽ അനേകായിരം ജനങ്ങൾ മരിച്ചു വീഴുന്ന കണ്ടു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനം ഹല്ലേലൂയ ദൈവത്തോട് പിറുവിടുത്തു, മോശയോട് പിറുവിടുത്തു. അവർക്കൊന്നും സ്വർഗ്ഗ കാനാനിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. സ്വർഗ്ഗ കാനാനിൽ പ്രവേശിപ്പാൻ കഴിയാതെ അവരെല്ലാം മരുഭൂമിയിൽ മരിച്ചു വീണു. ആ മരുഭൂമിയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീഴുന്ന കണ്ട മോശ അവസാനമായി തന്റെ സഹോദരൻ അഹരോൻ മരിച്ചപ്പോൾ അഹരോന്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോൾ പാടിയ പാട്ടാണ് ഞങ്ങൾ വായിക്കുന്ന 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നീ കർത്താവായ യേശുവിൽ ആത്മരക്ഷ പ്രാപിക്കണം. ഇസ്രായേൽ മരുഭൂമിയിൽ പെട്ടുപോയതുപോലെ നീ ഭൂമിയിൽ പാപത്തിൽ ജീവിച്ച്, നീ ഭൂമിയിൽ പാപത്തിൽ മരിച്ച് നിന്റെ ജീവിതം നരകക്കടലിലേക്ക് പോകാതെ ഹല്ലേലൂയ ആത്മരക്ഷ പ്രാപിക്കണം കേട്ടോ. ആത്മരക്ഷ പ്രാപിക്കുന്നതിന് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നല്ലൊരു യശോദം, പർവ്വതങ്ങൾ ഉണ്ടായതിനും 90-ാം സങ്കീർത്തനം 2-ാം വാക്യം വരെ, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായി ശാശ്വതമായി ദൈവമാകുന്നു. കണ്ടോ, ചിലർ യേശു ക്രിസ്തുവിന്റെ നാമത്തെ നിഷേധിക്കും, യേശുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യും, യേശുവിൽ നിന്നും യേശു ദൈവമല്ലെന്നും ഒക്കെ പറയുന്ന നിരീശ്വരവാദിയും യുക്തിവാദികളും സംവാദക്കാരും അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാർ. മൂടന്നന്റെ ഹൃദയത്തിൽ ദൈവമില്ലെന്ന് പറയുന്ന വേദോത്സവം 14-ാം സങ്കീർത്തനം 53-ാം സങ്കീർത്തനം ദൈവമില്ലെന്ന് മൂടന്മാര് പറയുമെന്ന് നിരീശ്വരവാദികളും യുക്തിവാദികളും അഹങ്കാരികളും ധാർഷ്ട്യക്കാരും ധനിഷ്ഠക്കാരും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും അധികാരങ്ങളും പറയും ദൈവമില്ലെന്ന്. പക്ഷെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, പർവ്വതങ്ങൾ ഉണ്ടായതിൽ നീ ഭൂമിയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയും ശാശ്വതമായും ദൈവമായിരുന്നു. അതിന്റെ ആദ്യത്തെ ഒരു തെരുവാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യം. ഹല്ലേലൂയ, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഹല്ലേലൂയ, അതെ, ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചവൻ ദൈവമാണ്. ഇത് പൊട്ടി വിരിഞ്ഞതൊന്നുമല്ല, പൊട്ടി ഉണ്ടായതൊന്നുമല്ല, ഒരു വിസ്ഫോടനത്തിലൂടെ വിശാലമായി മാറിയതൊന്നും അല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ആകാശഭൂമി ദൈവം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയും ഭൂമ
ഭൂമണ്ഡലവും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയിൽ ശാശ്വതമായി ദൈവമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 1 പറയുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ ദൈവമുണ്ടായിരുന്നു, വചനം ദൈവമായത്, വചനം ദൈവത്തോടുകൂടെ. ഇതെല്ലാം സത്യമാകട്ടോ. ഹല്ലേലൂയ. ഇതിനൊന്നും നീക്കാൻ മാനുഷികമായ കരങ്ങൾക്ക് കഴിയില്ല. ഒരു മാനുഷികമായ കരങ്ങൾക്കും വേദപുസ്തകത്തെ, സത്യവേദ പുസ്തകത്തിന്റെ വചനം മാറ്റാൻ കഴിയില്ല. മാറ്റിയാൽ നിന്റെ കൈ അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ നിന്റെ കൈയെ ദൈവം തൊടും. പ്രൈസറോ. അല്ലെങ്കിൽ വചനം സത്യമാണ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആനന്ദം ഈ വചനമാണേ. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ലഹരി എന്ന് പറഞ്ഞ വചനമാണ്. ഞങ്ങളുടെ ലഹരി എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ലഹരി എന്ന് ആരാധനയാണ്. ഞങ്ങളുടെ ലഹരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വചനം ധ്യാനിക്കുന്നതാണ്. ദൈവമക്കളോട് ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കുന്നതാണ് ഞങ്ങളുടെ ലഹരി. അല്ലാതെ കള്ളുഷാപ്പിൽ പോയി കുടിച്ചു മതിച്ച് കൂത്താടുന്നതല്ല. കള്ള് വീട്ടിൽ കൊണ്ടുവച്ച് കഞ്ചാവ് അടിച്ചിട്ട് വീട്ടിൽ വന്ന് കിടന്ന് കൂത്താടുന്നതല്ല ഞങ്ങളുടെ ലഹരി എന്ന് പറഞ്ഞ്. ഞങ്ങളുടെ ലഹരി എന്ന് പറയുന്നത്, ഞങ്ങളുടെ ലഹരി കർത്താവീതി തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പർവ്വതങ്ങളുണ്ടായി നീ ഭൂമിയെ ഭൂമണ്ഡലത്തിൽ നിന്ന് വെച്ച് നീ അനാദി ശാശ്വതമായി ദൈവമാകുന്നു. ആദ്യ ദൈവം ആകാശവും ഭൂമി ആദ്യ ദൈവം ഉണ്ടായിരുന്നു, ആദ്യ എന്ന് ഞങ്ങൾ അതൊക്കെ പറഞ്ഞങ്ങോട്ട് ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് ആത്മാവിന്റെ ലഹരിയാണ്. അതാണ് പെന്തക്കോസ്ത് നാളിലും വെളിപ്പെട്ടത്. അന്ന് ചെല്ലു പറഞ്ഞു, ഇവര് പൊതുവീഞ്ഞ് കുടിച്ചു. അല്ല, പൊതുവീഞ്ഞ് കുടിച്ചിട്ടല്ല ഇത് പറയുന്നത്. വചനം ഞങ്ങളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, ഞങ്ങൾ ആത്മാവിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ, അഭിഷേകത്തിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലെ ലഹരിയും വിളിച്ചു പറയുക, ഈ ദൈവം ശാശ്വതമായ ദൈവമാണ്, അനാദി ശാശ്വതമായ ദൈവമാണെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ജീവിച്ച അതേ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുകയാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ജീവിച്ച അതേ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അല്ലെ, 2 തരമാകട്ടോ. ഒന്ന് ഹല്ലേലൂയ, ആദവും അവ്വയും, ഹല്ലേലൂയ, അവർക്കുണ്ടായ ഹാബേലും ഹാനോക്കും, ഹല്ലേലൂയ. പിന്നീട് വന്ന സന്തതി നോഹയ്ക്ക് അമ്മയുടെ കാലഘട്ടം വരെ ജീവിച്ചവർ പ്രളയത്തിൽ മുങ്ങിപ്പോയി. എന്നാൽ തുടർന്ന് നോഹയുടെ ശേഷം, ഹല്ലേലൂയ, നോഹയും കുടുംബം പെട്ടകത്തിൽ രക്ഷപ്പെട്ട് തുടർന്ന് ഇങ്ങോട്ട് വന്ന കാലഘട്ടങ്ങളിൽ അബ്രഹാം, ഇസഹാക്കും, യാക്കോബും, യോസേഫും ഒക്കെ ജീവിച്ച അതേ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുക. ഈ ഭൂമി ജീവിക്കുവാൻ നല്ലൊരു സന്ദർഭം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ഭൂമി ജീവിക്കുവാൻ നല്ലൊരു സന്ദർഭം നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ തുടച്ചു മാറ്റുവാനൊക്കെ, ഹല്ലേലൂയ, ആർക്കും കഴിയില്ലെന്നേ. സ്തോത്രം. ഹല്ലേലൂയ. ഇതങ്ങ് പെരുകിക്കൊണ്ടിരിക്കും ഈ ദൈവസഭ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കോ, താമസിയാതെ ലോകരാജ്യങ്ങൾ വലിയൊരു ഉണർവിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ലോകരാജ്യങ്ങൾ ഏറ്റുപറയും. ഹല്ലേലൂയ. എല്ലാ നാവും യേശുവിനെ കർത്താവ് ഏറ്റുപറയേണ്ടി വരുമെന്ന് നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നത് പോലെ സകല ജനങ്ങളും പറഞ്ഞ യേശു ദൈവമാണെന്ന്. ഹല്ലേലൂയ. യേശു ദൈവമാണ്. നിങ്ങൾ സംശയിക്കണ്ട. നിങ്ങൾ സംശയിച്ചാൽ നിങ്ങളുടെ സംശയത്തിന് വേദപുസ്തകം ഉത്തരം തരും. നിങ്ങളിനി എന്ത് വളച്ചൊടിച്ച് കെട്ടിച്ചമച്ച് മുടിച്ചു മുറുക്കി ഞുറുക്കിയൊക്കെ കൊണ്ടുവന്ന് യേശുവിന്റെ ദൈവത്വത്തെ നിങ്ങൾ നിഷേധിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും ശാശ്വതമാകത്തില്ല. വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, തലമുറ നീ ഞങ്ങളുടെ സങ്കേതമാണെന്ന്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് വചനതാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരേ, ഈ ലോകത്തിൽ നിങ്ങൾ പാപിയായ മനുഷ്യനാ. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, സ്നേഹിത, നീ പാപിയായ മനുഷ്യനാ. കഴിഞ്ഞ കാലങ്ങൾക്കുള്ള ഛത്തീസ്ഗഡിൽ, ഹല്ലേലൂയ, സുവിശേഷം വളരെ പ്രചരിപ്പിക്കുന്ന ആ കാലയളവിൽ നിന്നും സുവിശേഷ വിരോധികൾ വളരെ ഭീകരാന്തരീക്ഷം എന്നെ തകർത്തും ഒരു സഹോദരി കഴിഞ്ഞ കാലം വളരെ ആക്രോശത്തോടെ ക്രൈസ്തവജനത്തിനെതിരെ ആക്രോശം അഴിച്ചുവിടുന്ന കണ്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദരി, ഞാൻ പറയട്ടെ, ഞങ്ങൾ വിളിച്ചു പറയും, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്ന്. അതുകൊണ്ട് നീ ദൈവനാമത്തെ, ദൈവസഭയെ ഉപദ്രവിച്ച നീ പാപിയാണ്. ഹല്ലേലൂയ. നീ പാപിയാണ്. നീ പാപത്തിൽ മരിച്ച് നരകക്കടലിലേക്ക് പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു നിനക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ കർത്താവായ യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തിന്റെ കറകളെ നിങ്ങൾ കഴുകിക്കളഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാസന്മാർ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം, സുവിശേഷത്തെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ പാപമോചനം പ്രാപിക്കണം. ലോകത്തിലുള്ള സകല ജനങ്ങളും പാപമോചനം പ്രാപിക്കണം. പാപമോചനം പ്രാപിക്കുവാൻ നിങ്ങൾ കാളയെ വെട്ടിയത് കൊണ്ടോ, ആടിനെ വെട്ടിയത് കൊണ്ടോ, പോത്തിനെ വെട്ടിയത് കൊണ്ടോ, കോഴിയെ
നായയെ വെട്ടിയതുകൊണ്ടോ പക്ഷിയെ കൊന്നതുകൊണ്ടോ ആടുമാട് കന്നുകാലി പക്ഷി പ്രവജാതികളുടെ രക്തം കൊണ്ടോ ഇനി മനുഷ്യനെ നിങ്ങൾ കുരുതി കടത്തിയുണ്ടോ ദുർമന്ത്രവാദം കൊണ്ടോ ദുർസേവ കൊണ്ടോ ദുർഭൂതാരാധന കൊണ്ടോ ദുർസേവകൾ കൊണ്ടോ ഒന്നും നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല. പാപത്തിന് പരിഹാരം ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന് യോഹന്നാന്റെ ലേഖനം 1-7 തന്റെ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപമുക്തി ശുദ്ധീകരിക്കുന്നു. അതിനപ്പുറത്തൊരു വചനമില്ല, അതിനപ്പുറത്ത് വേറൊരു പ്രമാണവുമില്ല. ഒരു പ്രമാണം അതിലോട്ടിട്ട് പിടിക്കത്തുമില്ല. ഈ പ്രമാണം എന്നൊക്കെ പറയുന്നത് ആമേൻ ദൈവം ഞങ്ങൾക്ക് എഴുതി തന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, സുവിശേഷത്തെ നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു മനോഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന മനസ്സിന്റെ ആന്തർഭാഗത്തൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ വാഴുന്ന ജടികമായ സാത്താന്റെ ശക്തികളെ നീക്കിക്കളഞ്ഞിട്ട് സുവിശേഷത്താൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഹലോക ജീവിതവും ആന്തരിക ജീവിതവും മേഘം പോലുള്ള തിരകളാൽ കൂട്ടമായി അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടേ, നിങ്ങളുടെ ഈ ലോക ജീവിതവും നിങ്ങളുടെ ആത്മീയ ജീവിതവും ആന്തരികമായ ജീവിതമൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സദാസമയം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ പോക്ക്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ കൊടുക്കലുകൾ, നിങ്ങളുടെ വാങ്ങലുകൾ, നിങ്ങളുടെ ക്രയവിക്രയങ്ങൾ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ വ്യാപാരം, നിങ്ങളുടെ അളവ് തൂക്കങ്ങൾ, ഈ കുടുംബത്തിലെ, ദേശത്ത്, സമൂഹത്തെ, അയൽവാസിയോട്, ബന്ധുമിത്രാൽ, സഹോദരനോട്, സഹോദരിയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മകനോട്, മകളോട്, അമ്മായിയമ്മയോട്, മരുമോളോട്. ഹല്ലേലൂയ. അങ്ങനെ നീ ചെയ്യുന്നതെല്ലാം കർത്താവ് സദാസമയം നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ ചെയ്യുന്നതെല്ലാം കർത്താവ് വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒന്നും അവന് കണ്ണിന് മറഞ്ഞിരിക്കുന്ന എല്ലാം നഗ്നവും മലർന്നുമായി കിടക്കുന്ന എബ്രായലേഖനം 4:13 വായിച്ച് കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ നിറഞ്ഞതായിരിക്കണം. പാപത്തിന്റെ കറകളെ കഴുകിക്കളയണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എത്ര കാലമായി നീ സമാധാനം അനുഭവിച്ച സന്തോഷം, ഇന്നും നിന്റെ കുടുംബത്തിൽ കണ്ണുനീരല്ലേ? ഇന്നും നിന്റെ കുടുംബത്തിൽ പാപത്തിന്റെ കെട്ടല്ലേ, ശാപമല്ലേ? നിന്റെ കുടുംബത്തിനകത്ത് ശാപം മാറ്റാൻ വേണ്ടി, പാപം മാറ്റാൻ വേണ്ടി നീ ഏതെല്ലാം വഴികൾ നടക്കുന്നു, ഏതെല്ലാം യാത്രകൾ എവിടെല്ലാം നീ തീർത്താണ്, ഏതെല്ലാം നദികളിൽ നീ മുങ്ങിപ്പോകുന്നു, എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പാപത്തിന് പരിഹാരം നിന്റെ കുടുംബത്തിന്റെ ബന്ധനത്തെ അഴിക്കുവാൻ ഇന്ന് വരെ ആർക്കെങ്കിലും കഴിഞ്ഞോ? ഒരു കുഞ്ഞിനും കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ? നീ വരേണ്ടിടത്തേക്ക് വന്നില്ല. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും യേശുവിന് കഴിയും. ഹല്ലേലൂയ. അത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ ആകാശത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്ത്. അവിടെ കോടാനുകോടി ദൂതന്മാരും ഗരുവുകളും സറാവുകളും വിശുദ്ധന്മാരും, ഹല്ലേലൂയ, അവിടെ 24 മണിക്കൂറും ദൈവത്തെ പാടി സ്തുതിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ സ്തുതി സ്തോത്രങ്ങളാൽ, ആരവാരങ്ങളാൽ നിറയപ്പെട്ട് അവിടെ രാജാവുണ്ട്. സ്വർഗത്തിൽ ആരുണ്ട്? രാജാവുണ്ട്. നമ്മുടെ സ്വർഗീയ ദൈവം രാജാതി രാജാവാ. രാജാവുള്ളടത്ത് രാജകോലാഹലമുണ്ടെന്ന് വായിക്കുന്ന പോലെ ഞങ്ങളുടെ സ്വർഗത്തിൽ രാജകോലാഹലങ്ങളോടുകൂടി 24 മണിക്കൂറും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. അത് കാണണമെങ്കിൽ നിങ്ങൾ സത്യവേദ പുസ്തകത്തിലേക്ക് വരണം. നിങ്ങൾക്ക് മുമ്പിൽ കടന്നുപോയ അനവധി പ്രമാണിമാർ, ഉന്നതന്മാർ, അല്ലെങ്കിൽ എല്ലാം ദൈവവചനത്തെ അനുസരിച്ചവരാണ്. ഹല്ലേലൂയ. ഈ വചനം എന്ന് പറയുന്നത് ജീവന്റെ വചനമാണെന്നേ. ഇത് ജീവനാണ് ഈ വചനം എന്നൊക്കെ പറയുന്നത്. ഏത് മനുഷ്യനും പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് പാപമോചനം കൊടുത്ത് അവന് രക്ഷ നൽകുന്ന ഈ വചനം. അതുകൊണ്ടാണ് അപ്പോസ്തലർ പ്രവൃത്തി 4:12 പത്രോസൊക്കെ വിളിച്ചു പറഞ്ഞ്, എന്താ? മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല. നിങ്ങളുടെ വിശ്വാസത്തിലും രക്ഷയില്ല. പിന്നെ എവിടെ രക്ഷം? രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പൊ മറ്റൊരുത്തും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അങ്ങനെ ഒരു നാമം ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ രക്ഷയ്ക്ക്. ഹല്ലേലൂയ. കർത്താവ് രക്ഷപ്പെടണമെന്നാ. കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. അത് നിങ്ങളുടെ പാപത്തെ നിങ്ങൾ ഏറ്റുപറയണം. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തണം.
അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 1:12 ഇങ്ങനെ പറഞ്ഞു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം തന്നു. അവനെ എന്ന് പറഞ്ഞ യേശുവിനെ കൈക്കൊണ്ട് ഈ ഭൂമി നിങ്ങൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ, പാപത്തിൽ ജീവിക്കുമ്പോൾ, ഈ പാപത്തിന്റെ ഉല്ലാസത്തിനകത്ത് വീണ്ടും ഇവിടുത്തെ പാപത്തിന്റെ ഉന്മാദ നൃത്തത്തിൽ നിങ്ങൾ ലഹരി പിടിച്ച് ഇവിടെ ആമോദിച്ച് പുളച്ച് ജീവിച്ചാൽ സഹോദര, അതുകൊണ്ട് ദൈവരാജ്യ ഘട്ടത്തിൽ, അതുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞു അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ നീ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ മകനെന്നും ദൈവത്തിന്റെ മകളെന്ന് നിനക്ക് പേര് വരുന്നത്. ഹല്ലേലൂയ, രക്തം ചെയ്യും. ഞാനൊക്കെ വലിയ പാപിയായിരുന്നു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ കുറച്ച് സാക്ഷിയൊക്കെ പറയും, ഞാൻ കൊടിയ പാപിയായിരുന്നു, കൊടിയ പാപി. അല്ലെങ്കിൽ പാപത്തിൽ ജീവിച്ചവനാ, നരകാത്തിക്ക് വേണ്ടി നരകക്കടലിന് വേണ്ടി നടന്നവനാ, ജീവിച്ചവനാ. ഒരുപടി മണ്ണായി പണ്ടേ തീരേണ്ടതാ. പക്ഷേ എന്നെ എൻ്റെ കർത്താവിൽ നിന്ന് വിടിവിച്ച് കൊണ്ടുവന്നതാണ്. എന്നെ എൻ്റെ കർത്താവിൽ നിന്ന് വിടിവിച്ച് കൊണ്ടുവന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. കർത്താവ് പറഞ്ഞു, നിനക്ക് മുമ്പേ കടന്നുപോയവരുടെ എല്ലാം ദൈവം ഞാനായിരുന്നു. നിന്റെ ദൈവം ഞാനാ, നിന്റെ സങ്കേതം ഞാനാ, നിന്റെ ഉറപ്പ് ഞാനാ, നിന്റെ അടിസ്ഥാനം ഞാനാ. എന്നൊക്കെ കർത്താവിനോട് പറഞ്ഞ എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ഉണ്ടായിരുന്ന കുമിഞ്ഞുകൂടി കിടന്നിരുന്ന ആ പാപത്തിന്റെ കറകളെ കർത്താവിന്റെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിർമ്മലമായൊരു ഹൃദയം കിട്ടി. അതുകൊണ്ട് ഞാൻ പാടുകയാ, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ പാടാൻ കഴിയുമോ സുഹൃത്തേ? അല്ലെങ്കിൽ നിങ്ങളെ ആരും സുവിശേഷം കുറ്റം വിധിക്കത്തില്ല. സുവിശേഷത്തിന് ജാതിയില്ല, മതമില്ല. സുവിശേഷത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, അധികാരികൾ, രാഷ്ട്രങ്ങളൊന്നുമില്ല. സുവിശേഷം എന്ന് പറയുന്നത് മാനകുലത്തിന്റെ രക്ഷയാ. ഹല്ലേലൂയ. തകർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങി അവന് ആശ്വാസം കൊടുക്കുന്നവനാ. പാപിക്ക് മാനസാന്തരം കൊടുക്കുന്നതാ. മുറിവ് കെട്ടുന്നതാ. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നതാ. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നതാ. കുരുടന് കാഴ്ച കൊടുക്കുന്നതാ. ചെകിടിന് കേൾവി കൊടുക്കുന്നതാ. രക്തസ്രാവക്കായ്ക്ക് സൗഖ്യം കൊടുത്തതാ. നൈല വിധവിയുടെ മകനെ ഉയർപ്പിച്ചതാ. ലാസറിനെ ഉയർപ്പിച്ചതാ. കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തതാ. തബീതയ്ക്ക് ജീവൻ കൊടുത്തതാ. യായിറോസിന് അവർക്ക് ജീവൻ കൊടുത്തതാണ്. ഹല്ലേലൂയ. അത് സുവിശേഷം ജീവന്റെ വചനമാണ്. അതുകൊണ്ടാണ് മോശ പാടിയതുപോലെ ഞങ്ങൾ പാടുന്നത്, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടാം വാക്യം പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഞാൻ മുമ്പ് വായിച്ച രണ്ടാം വാക്യം, പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയും ഭൂമണ്ഡലത്തെ നിയമിച്ചതിനും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദി ശാശ്വതമായി ദൈവമായി എന്ന് പറഞ്ഞാൽ, ഈ രണ്ടാം വാക്യം ദൈവത്തിന്റെ പൂർവാസ്തിക്യത്തെ അല്ലെങ്കിൽ സ്വതം ശക്തിയുക്തനെ ആയിരിക്കുക. ദൈവത്തിന്റെ പൂർവാസ്തിക്യത്തെ ശക്തിയുക്തനായിരിക്കുക. എബ്രായ ലേഖനം 11:8 യാക്കോബ് 1:17 ഒക്കെ നോക്കുക. ദൈവമുണ്ടോ ഇല്ലയോ എന്നല്ല, ദൈവം നിത്യനും സർവശക്തനുമാണ്. ദൈവം ഉണ്ടോ എന്നുള്ളതല്ല, ദൈവം നിത്യനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, അനാദി ശാശ്വതമായ വചനമാണ്, ആദ്യനും അന്ത്യനുമാണ്, ആൽഫയും ഒമേഗയുമാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും കാണാത്തവനാണ്, രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അവൻ ദൈവം തന്നെയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന യേശുവിനെ ഞങ്ങൾ ഉയർത്തുന്നത്. അതായത് നീ യേശുവിലേക്ക് വന്നാൽ നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ ജീവിതം രക്ഷപ്പെടും, നിന്റെ ജീവിതത്തിനകത്ത് എല്ലാ അല്ലലുകളും മാറിപ്പോകും. നീ മതം മാറാനല്ല ഇവിടെ പറഞ്ഞത്, പേര് മാറാനല്ല ഇവിടെ പറഞ്ഞത്, ജാതി മാറുന്ന പേരെല്ലാം കാര്യമല്ല ഇവിടെ പറഞ്ഞത്. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തണം. പാപത്തിന് പരിഹാരം വരുത്തി ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നിന്നോട് ആലോചന പറയുമ്പോൾ ഹല്ലേലൂയ ആലോചന ഏറ്റെടുക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, നിങ്ങൾ അല്ലേ ചിന്തിച്ചു നോക്ക്, നിനക്ക് സമാധാനമുണ്ടോ നിന്റെ കുടുംബത്തിൽ? നിനക്ക് സന്തോഷമുണ്ടോ നിന്റെ കുടുംബത്തിൽ? സ്വസ്ഥമായിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും സന്തോഷത്തിന്റെ അനുഭവങ്ങളുണ്ടോ? എന്നും കണ്ണുനീരല്ലേ, എന്നും പ്രശ്നങ്ങളല്ലേ, എന്നും പോരുകൾ പോരാട്ടങ്ങളല്ലേ, എന്നും ല്ലേ? നിന്റെ അധ്വാന ഫലം മുഴുവൻ മറ്റൊരുവൻ കൊണ്ടുപോകുകയല്ലേ? നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ മദ്യത്തെ മയക്കും ലഹരിക്ക് അടിമപ്പെട്ടവല്ലേ, ദുർജീവിതം നയിക്കുന്നവരല്ലേ? എനിക്കൊരു സഹോദരി, നിനക്ക് യഥാർത്ഥമായ മാനസാന്തരമുണ്ടോ? നീ വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടോ? നിന്റെ പാപമല്ലേ സഹോദരി കിടക്കുന്നത്? തലമുറയോട് ചോദിക്കട്ടെ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ നീ ആറാടി ആമോദിച്ച് നടക്കുകയില്ലേ? നിങ്ങളുടെ അവസാനം എവിടെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നരകാഗ്നിയാണ്, നരകക്കടലിലാണ്, അവിടെ കിടത്തതയും ചാകാത്ത പുഴുവാണ്, സാഗയിലെ ദുഷ്ടന്മാരും പുളച്ചു മതിക്കുന്ന നരകത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, കേരള ജനതയോട് പറയട്ടെ, ഭാരത ജനതയോട് പറയട്ടെ, 7 ഭൂഖണ്ഡങ്ങളുടെ ജനത്തോട് പറയട്ടെ, നിന്റെ രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണ്, മറ്റൊരുത്തൻ രക്ഷയില്ല.
ഹല്ലേലൂയ, രക്തം ചെയ്യും. ആമേൻ. ദൈവവചനത്തെ നിങ്ങൾ അനുസരിക്കണം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ സകലത്തെയും നമുക്കൊന്ന് കാണുവാൻ ആഗ്രഹം. നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. സ്വർഗത്തിൽ ആരുണ്ടെന്ന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അല്ലെ? അപ്പൊ നിങ്ങൾ പാസ്റ്റാണ്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസം, സ്വർഗത്തിൽ ആരുണ്ട്? കെരൂബുകളും സാറാബുകളും ദൂതന്മാരും കോടാനും കൂടി വിശുദ്ധന്മാരും പിതുപുത്ര പരിശുദ്ധന്മാരുടെ സാന്നിധ്യം നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു അനുഭവത്തെ ഞങ്ങൾ സത്യവേദത്തെ കാണാതെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തോളം ആ ദൈവരാജ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യത്തിൽ കടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നരകത്തിലേക്ക് കടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് സുവിശേഷം എന്ന് പറയുന്ന സത്യത്തെ നിന്റെ ഹൃദയത്തിനകത്ത് നീ സ്വീകരിക്കണം. സുവിശേഷം എന്ന് പറയുന്ന സത്യം, ഹല്ലേലൂയ, അത് ജീവന്റെ വചനമാണ്. പാപത്തിന്റെ കറകളെ നീക്കിക്കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചു നോക്കിയാട്ടോ. പൗലോസ് ഈ കാലഘട്ടത്തിൽ പൗലോസിനെ വിളിച്ചാൽ കിട്ടുമായി. നിങ്ങൾ പൗലോസിനെ വിളിച്ചതെങ്കിൽ നിങ്ങൾ പൗലോസിന്റെ പാദപീഠത്തിൽ വീണ് കിടന്നേനെ. എന്ന് പറഞ്ഞ എന്താന്ന് പറയുമോ? പൗലോസിന്റെ പാദം വീട് കിടന്നു പറഞ്ഞാൽ, കാരണം അവൻ മൂന്നാം സ്വർഗത്തോടെ എടുക്കപ്പെട്ടവനാ. ആമേ, ശരീരത്തുകൂടെ എന്ന് ഞാൻ അറിയില്ല. മൂന്നാം സ്വർഗത്തോടെ എടുക്കപ്പെട്ടു. ആർക്കും ഉച്ചരിക്കാൻ കഴിയാത്ത, ആർക്കും മനസ്സിലാക്കുന്ന ഭാഷ, സ്വർഗത്തിലെ ആലിയ അനുഭവം, ദർശനത്തിൽ കണ്ടവനാ പൗലോസ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം ഉണ്ടായിരിക്കണം, ദൈവിക രഹസ്യങ്ങൾ കാണുവാനുള്ളതായിരിക്കണം. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ മറന്നിക്കി തന്ന് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വെളിപ്പെടുത്തി നിനക്കും നിന്റെ മക്കൾക്കും അനുഭവിക്കുവാനുള്ള, നീ നിന്റെ മക്കളും സന്തോഷിക്കുവാനുള്ള എല്ലാ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇത് പോലെ നിന്റെ ഹൃദയത്തിന്റെ അകത്തെ അശുദ്ധത്തെ നീക്കിക്കളഞ്ഞാൽ, നിന്റെ ഹൃദയം നീ വിശുദ്ധീകരിച്ചാൽ, ദൈവരാജ്യത്തിന്റെ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ദൈവം നിനക്കും വെളിപ്പെടുത്തി തരും. പൗലോസിന് വെളിപ്പെടുത്തിയതുപോലെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞങ്ങളോട് വിളിച്ചു പറയാൻ കഴിയുമോ? കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. അല്ലേ? ഈ വചനമൊക്കെ വായിക്കും ഭയങ്കര സന്തോഷം കേട്ടോ. ഞാനിതൊക്കെ വിളിച്ചു പറയുന്നത് എന്നെ അറിയോ? അല്ലേരിയ, എനിക്ക് ഞാൻ പണ്ടേ നരകത്തിന് പോകേണ്ടതാ. അല്ലേരിയ, പണ്ടേ ഒരു പിടി ചാരമായി മാറേണ്ട എന്നെ സ്നേഹിച്ചൊരു കർത്താവുണ്ട്. എന്നെ ചേർത്ത് പിടിച്ച കർത്താവുണ്ട്. എനിക്ക് സ്നേഹം എന്നൊരു കർത്താവുണ്ട്. പാപത്തെ കഴിയ കർത്താവുണ്ട്. പാപത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനുണ്ട്. മരിച്ച കല്ലറയിൽ ഇരിക്കുന്നില്ല. അവൻ കല്ലറയിൽ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നിട്ട് 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്നു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ആ യേശുവിനെ ഹൃദയം കൊണ്ട് ചെയ്യുക, അവനെ സങ്കേതമാക്കണം കേട്ടോ. ഹല്ലേലൂയ, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പഴയ നിയമത്തിൽ വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് പ്രശ്നം നോക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായി. സ്ത്രീ ഉണ്ട്. പഴയ നിയമത്തിൽ വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് പ്രശ്നം നോക്കുവാൻ ശൗലിന്റെ ഒരു തീരുമാനം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ 1 ശമൂവേലിന്റെ പുസ്തകം, ഹല്ലേലൂയ, 28-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ശൗൽ വെളിച്ചപ്പാടത്തിയുടെ മുമ്പിൽ, അപ്പോൾ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തി അന്വേഷിപ്പിൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. അവന്റെ ഭൃത്യന്മാർ അവനോട്, എന്തോതിൽ ഒരു വെളിച്ചപ്പാടത്തിയുണ്ട് എന്ന് പറഞ്ഞു. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് 2 ആളെയും കൂട്ടി പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കൽ എത്തി വെളിച്ചപ്പാടത്തിയെ കൊണ്ട്, നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണം എന്ന് പറഞ്ഞു. സ്ത്രീ അവനോട് ശൗൽ ചെയ്തിട്ടുള്ളത്, അവൻ ഒരു വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളുടെയും അല്ലിയ ദേശത്തുനിന്ന് ഛേദിച്ചു കളയുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലിയ ശമൂവേലിനെ വരുത്തി തരണമെന്ന്. അങ്ങനെ വെളിച്ചപ്പാടത്ത് ശമൂവേലിനെ വരുത്തി. അല്ലേരിയ, ശമൂവേലിന്റെ ഭാഗത്തിന്റെ രൂപത്തിൽ സംസാരിച്ച് നമ്മൾ വായിക്കും കാണാനത്. എന്നിട്ട് ആ വെളിച്ചപ്പാടത്തിയുടെ ആലോചന ചോദിക്കാൻ പോയ ഈ ശൗലിന്റെ സ്ഥിതി എന്താണെന്നറിയാമോ? അല്ലേരിയ, ശൗലിന്റെ സ്ഥിതി, സ്തോത്രം, 1 ദിനവൃത്താന്ത പുസ്തകം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമ ഹേതുവായി യഹോവയുടെ വചനം പ്രമാണിക്കാകിയാലും വെളിച്ചപ്പാടത്തിയുടെ അരുളപ്പാട് ചോദിച്ചതിനാലും എല്ലാവരും മരിക്കേണ്ടി വന്നു. വെളിച്ചപ്പാടത്തിയുടെ അരുളപ്പാട് ചോദിച്ച ശൗൽ എന്ത് ചെയ്തു? മരിക്കേണ്ടി വന്നെന്ന. ഹല്ലേലൂയ. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ അരുളപ്പാട് ചോദിക്കാൻ എവിടെ പോകുന്ന? വെളിച്ചപ്പാടത്തിയുടെയും മന്ത്രവാദിയുടെയും ദുർമന്ത്രവാദിയുടെയും ജ്യോത്സ്യന്മാരുടെയും കണിയന്മാരുടെയും മാത്രമല്ല, അല്ലെങ്കിൽ സ്തോത്രം, കൈനോട്ടക്കാരുടെയും ഭക്ഷ്യശാസ്ത്രക്കാരും ഹസ്തരേഖാശാസ്ത്രജ്ഞ കമ്പ്യൂട്ടർ ശാസ്ത്രങ്ങളൊക്കെ മുഖലക്ഷണം പറയുന്നതൊക്കെ ആലോചന ചോദിക്കാൻ കടന്നു പോകുന്നത് ദൈവഹിതമല്ല. വെളിച്ചപ്പാടത്തിയുടെ ആലോചന ചോദിച്ച ശൗൽ എന്ത് ചെയ്തു? ശൗലിന്റെ
തന്റെ മകനും കുടുംബവും എല്ലാം മരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ വെളിച്ചപ്പാട് കൊണ്ട് പ്രശ്നം നോക്കുന്ന ഒരു സ്ത്രീ ശൗൽ രാജാവിന്റെ നിർബന്ധത്താൽ മരിച്ചുപോയ ശമൂവേൽ പ്രവാചകനെ വരുത്തി. അത് പഴയ നിയമ കാലഘട്ടമായതിനാൽ മരിച്ചുപോയ പഴയ വിശുദ്ധന്മാർ അന്ന് അല്ലെ സാത്താനിൽ കാവലിൽ വെക്കപ്പെട്ടിരുന്നതിനാൽ അവരെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്ന കഴിയുമായിരുന്നു എന്നാണ് ചരിത്രം പറയിക്കുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് മരിച്ച് പാതാള പ്രദേശിലായിരുന്നുകൊണ്ട് അവരെ സാത്താനാൽ കാവൽ ചെയ്തിരുന്നു എന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചു. അങ്ങതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു വെളിച്ചപ്പാടത്തേക്ക് വേണേ മരിച്ചുപോയ മനുഷ്യനെ ആവാഹിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ രൂപത്തിലും പാപത്തിലും സംസാരിക്കാൻ കഴിയുമായിരുന്നെന്ന്. അതാ ശൗലും ചെയ്തത്. അതിന്റെ ഫലമായി ശൗലും തന്റെ മകനും മരണപ്പെട്ടു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ വെളിച്ചപ്പാടത്തേക്ക് നോക്കിയാൽ മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ടുവരുവാൻ കഴിയില്ല. പുതിയ നിയമത്തിൽ മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. കാരണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ പാതാളത്തിൽ കാവൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരെ പാതാളത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന അടച്ചിരുന്ന വിശുദ്ധന്മാരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക ഉയർപ്പോടുകൂടി കല്ലറകളെ ഭേദിച്ച് മരിച്ച വിശുദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേറ്റ് അവർ സ്വർഗരാജ്യത്തിലേക്ക് പോയത് കൊണ്ട് ഇപ്പം മരിച്ചുപോയി വിശുദ്ധന്മാരെയും ഒന്നും പാതാളത്തിൽ നിന്ന് വെളിച്ചപ്പാടത്തിയുടെ ആത്മാവ് കൊണ്ടുവരാൻ കഴിയില്ലെന്ന്. അല്ലേ, അവരൊന്ന് ഉയരത്തിലെ പർദീസ സ്വർഗ പർദീസയിലാണ്. പണ്ടവർ പാതാള പ്രതീക്ഷയിലായിരുന്നു. അന്ന് വേണമെങ്കിൽ വെളിച്ചപ്പാടത്തിൽ കൊണ്ടുവരായിരുന്നു, വിളിച്ചാൽ വരുമായിരുന്നു. ഇന്ന് വിളിച്ചാൽ വരത്തില്ല. ഇന്ന് ഇവിടെ ഇവര് സ്വർഗീയ പ്രതീക്ഷയിലാണ്, കർത്താവിന്റെ പരമാധികാരത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, എന്നെ കേൾക്കുന്ന ചെയ്താണ് പർദീസയിലേക്ക് ഇന്ന് എത്തിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസൊക്കെ സുവിശേഷം അറിയിക്കുന്ന കാലഘട്ടത്തിൽ പൗലോസ് സുവിശേഷം അറിയിക്കുക അപ്പോസ്തലർ പ്രവൃത്തി 16 വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് സുവിശേഷം ഒരു വെളിച്ചപ്പാടത്തി പൗലോസിന് നേരെ എതിർ വന്നു. അപ്പോസ്തലർ പ്രവൃത്തി 16 വായിക്കുന്നു. തങ്ങൾ പ്രാർത്ഥന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലിക്കാരി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിനെയും ഞങ്ങളുടെയും പിന്നാലെ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷന്മാർക്ക് നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളോട് ബോധത്തോട് അവളെ വിട്ടു പോകുവിൻ, ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ആ ഭൂതം അവളെ വിട്ടു മാറി. കണ്ടോ അല്ലേ? പുതിയ നിയമത്തിന് ഒരു വെളിച്ചപ്പാടത്തിൽ പൗലോസിന്റെ ഒക്കെ പറയും. പൗലോസൊക്കെ പറഞ്ഞു ഒരു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രന്മാരെ രക്ഷകന്മാരാ, ഇവർ രക്ഷകന്മാർക്ക് വിളിച്ചു പറഞ്ഞു. പൗലോസ് അവളെ തിരിഞ്ഞു നോക്കി ശാസ്ത്രം അവരുടെ ഭൂതം വിട്ടുപോയെന്നാണ്. അല്ലേ ഏരിയ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതമാണ്, മരിച്ചുപോയ ഒരു വ്യക്തിയോടല്ല ആലോചന ചോദിക്കേണ്ടത്, സാക്ഷാൽ ദൈവത്തോട്. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുക, അല്ലെങ്കിൽ കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയും ഭൂമണ്ഡലത്തെയും ധർമ്മസിനും മുമ്പേ നീ അനാദിയും ശാശ്വതമായ ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്ന ചെയ്താണ് നീ കർത്താവായ യേശുവിന്റെ ഹൃദയം കൊടുക്കാൻ കഴിയുമോ? നിന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ട്, ശാപം മാറും, കണ്ണുകളുടെ ചാട്ട്. ആരെങ്കിലും തകർന്ന് തരിപ്പണമായി കണ്ണുനീരിൽ ദുഃഖത്തിന്റെ അരിയോട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പോലെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥികർത്താവേ, അങ്ങ് തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. എൻ്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ എൻ്റെ യാത്രയുടെ, എൻ്റെ ബിസിനസിന്റെ, എൻ്റെ തലമുറയുടെ ഞാൻ അനുഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളും മാറ്റി അവിടെ ഞങ്ങളുടെ സങ്കേതമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ഭവനത്തിലേക്ക് വന്ന് ഈ കഷ്ടതയിൽ മോചനം നൽകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമേ കുടിയിലോട്ട് കൊട്ടായത്തവരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും കർത്താവെടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സകല ഗോത്രവാസികളെയും ദ്വീപവാസികളും ആദിവാസികളെയും ട്രൈബൽ മേഖലയായിരിക്കും ജനത്തിനായി ശൈശുദ്ധ ബാല്യത്തെ കൗമാരി യൗവനത്തിൽ വാർത്ത നിരാനുഗ്രഹത്തിൽ അശനയാച്ച് തടവറയിലായിരിക്കുന്ന സകല ജനത്തെ 7 ഭൂഖണ്ഡങ്ങളുള്ള എല്ലാ ജനത്തെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. രാജ്യരാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി ന്യായാധിപന്മാർ, ഫണാധിപന്മാർ, ജുഡീഷ്യറി എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ് എല്ലാ രാഷ്ട്രീയ മത നേതാക്കന്മാരെയും ഭീകര വർഗീയവാദികളടക്കമുള്ള സകല ജനങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന കർത്താവ് സ്തോത്രം തലമുറയായി സങ്കേതമായിരിക്കുന്ന കർത്താവ് ആത്മരക്ഷ പ്രാപിച്ച് നിത്യജീവന്റെ അവകാശികളെ ജനത്തെ ഒരുക്കണമേ. ദൈവമക്കൾ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് സൂക്ഷിക്കണമേ. സകല മുഖത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.